മണി ബോക്സ് ചർച്ചകൾ മൊത്തം BB6 മണി ബോക്സ് സായി എന്തിനെടുത്തിട്ട് ഇറങ്ങി. അത് എടുത്തത് മുതൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു മണി ബോക്സ് എന്തിനാ ഇവൻ ഇത്ര പെട്ടെന്ന് മണി ബോക്സ് എടുത്ത് ഇറങ്ങി എന്നുള്ള ഒരു ഇതിൽ പല പെർസ്പെക്റ്റീവിലും പല രീതിയിലും പലർക്കും പല തോട്ട്സ് വരാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളൊക്കെ ഷെയർ ചെയ്ത് കണ്ടു. ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇതിൽ കൃത്യമായിട്ട് ലാസ്റ്റ് കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതൊരു സഡൻ സാധനമല്ല, അതിങ്ങനെ ഗ്രോ ചെയ്തൊരു സാധനമാണ്. ഞാനത് ഹൗസിനകത്തുള്ളപ്പോൾ തന്നെ മണി ബോക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതൊരു ഗ്രോയിങ് പ്രോസസ്സായിരുന്നു എൻ്റെ മൈൻഡിൽ. അല്ലാതെ ഒറ്റ മിനിറ്റ് കൊണ്ട് തലയ്ക്ക് അത് അടിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഒരു സെറ്റപ്പല്ല. ആൻഡ് മണി ബോക്സ് ചർച്ചയായത് ഇന്നലത്തെ എപ്പിസോഡും പ്രൊമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. നന്ദുവിന് ഞാൻ മണി ബോക്സ് കൊടുക്കൂ, മണി ബോക്സ് എടുത്തത് നന്ദുവിന് വേണ്ടിയിട്ടാണ്. അത് നന്ദു അതിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, അതൊക്കെ നിങ്ങൾ ഞാൻ തന്നെ ഇട്ടൊരു വീഡിയോ ഉണ്ട്, പിന്നെ ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് എനിമോർ. ഇനി പറയാനുള്ള കാര്യങ്ങൾ, ഇന്നലത്തെ എപ്പിസോഡിനകത്ത് മണി ബോക്സിനെ കുറിച്ച് ലാൽ സാറ് പറയുമ്പോൾ വീട്ടിലെ ആളുകൾ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സെറ്റിലായിട്ട് വീട്ടിലൊക്കെ ഒന്ന് എത്തി, കാരണം ഹെൽത്ത് രസം സീനാണ്. എനിക്ക് നിങ്ങൾ കണ്ടവർക്കറിയാം, പല പ്രശ്നങ്ങളോടും ഞാൻ ഹെൽത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ സാധനം പലരും ചോദിക്കുന്നുണ്ട്, ട്രിം ഡൗൺ ആയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു നല്ല അടിപൊളി എന്നൊക്കെ പറയുമ്പോഴും എനിക്കിത് ഭയങ്കര സീനാണ് ഗൈസ്. കാരണം എനിക്കറിയില്ല, എത്ര കഴിച്ചിട്ടും നടക്കുന്നില്ല, വെയിറ്റ് താഴെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ ബോഡി അങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം. ബിഗ് ബോസ് ഹൗസിനകത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബോഡിക്ക് അങ്ങനെ സീനുണ്ട്. ഞാൻ ഒരു വട്ടം ഈ 180 നിന്ന് കുറച്ച് 40 റേഞ്ചിലേക്ക് എത്തിയപ്പോൾ തന്നെ എൻ്റെ ബോഡി ഏതുവരെ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല ഒരു ബോഡിക്ക് എത്ര വരെ എത്താം. അത് കണ്ടൊരു മനുഷ്യനായതുകൊണ്ട് ഇത് ഗ്രാജുവലി കുറയുമ്പോൾ എനിക്കറിയാം ഈ ഷിവറിങ് വരും, തണുപ്പ്, ബോഡി മൊത്തം തണുക്കാൻ തുടങ്ങും, ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം, ക്ഷീണം. അപ്പോൾ ആ സ്റ്റേജൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ കൊടുക്കണം, നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. ബിഗ് ബോസിന് ഇറങ്ങി വന്നതിന് ശേഷം ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു 2-3 ചാനൽ കൊടുത്ത് തീർത്ത് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഗ്രാൻഡ് ഫിനാലേക്ക് പോയി വന്നിട്ട് സംസാരിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. കുറച്ചധികം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓബിയസ്ലി ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. എന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റിയോ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മണി ബോക്സിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാൻ കാരണം, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു, ഒരുപാട് പേരുടെ പെർസ്പെക്റ്റീവ്, തോട്ട്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഐ റെസ്പെക്റ്റ് ഓൾ ഓഫ് ദാറ്റ്, ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഞാനും ഇതിന് മുന്നത്തെ സീസണിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തോട്ട്സൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിവൺ ആർക്ക് വേണമെങ്കിലും ഓരോ തോട്ട്സ് ആൻഡ് സാധനങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, കമൻറ്റിലൂടെയോ വീഡിയോ ഇട്ടിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണത് കളിച്ചിട്ട് ആ സാധനം എടുത്തിട്ട് പോകുന്ന ഒരാൾ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ആരും ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടില്ല. ഓരോ കണ്ടസ്റ്റൻസും നീച്ച് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ജാസ്മിൻ നീച്ച് നിന്ന് സംസാരിച്ചപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് സായി മണി ബോക്സ് എടുക്കുമെന്ന് ജാസ്മിൻ അറിയാം. ഓക്കെ, ജാസ്മിൻ അറിയാം, കാരണം ഞാൻ ജാസ്മിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതും സംസാരിച്ചതും ജാസ്മിൻ എത്ര എമൗണ്ടിൽ വരെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ജാസ്മിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിന് ഞാനത് ഒരു ഷോ ഓഫിന് വേണ്ടി കാണിച്ചു കൂട്ടിയതുപോലെ ജാസ്മിന് തോന്നി. ജാസ്മിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട്. പക്ഷേ ജാസ്മിൻ അറിയാം സായി എടുക്കും എന്നുള്ളത്. അതിനുശേഷം പിന്നെ മണി ബോക്സിൻ്റെ കാര്യം ലാൽ സാർ ചോദിച്ചത് എനിക്ക് തോന്നുന്നത് അഭിഷേകിനോടാണ്. അഭിഷേകിനോട് ചോദിച്ച സമയത്ത് അഭിഷേകും പറയുന്നുണ്ട് സായി മണി ബോക്സിനെ കുറിച്ച്, ഞാൻ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മണി ബോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഭിഷേകിനോടാണ്. ഞാനുമാണ് ഡിസ്കഷൻസ് നടക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി ഞങ്ങളവിടെ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായി ഘോര സംസാരം ഞങ്ങൾ നടത്താറുണ്ട്. ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനും അഭിഷേകും നന്ദുവിൻ്റെ കേസ്, ഋഷിയുടെ കേസ്, അങ്ങനെ ആ വീട്ടിലുള്ള ഓരോരുത്തരും എത്ര രൂപയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി സംസാരിക്കാറുണ്ട്. സോ അബിക്ക് അറിയുന്ന ഒരു കേസാണ്. അപ്പോൾ അബി എന്നോട് ഒരു നൈറ്റിലോ, നോറ പോയ നൈറ്റിലോ തോന്നുന്നു, നോറ ഇത് സീക്രട്ട് റൂമിലിരുന്ന് കണ്ടൊരു കാര്യമാണ്. ഞാനും അബിയും കൂടിയുള്ള ഡിസ്കഷൻ. അപ്പോൾ അവിടെ ഋഷി ഇല്ല. അപ്പോൾ ഈ ബോക്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഋഷി ടോപ്പ് 5 കാര്യത്തിൽ എനിക്കതിനകത്തിരുന്നപ്പോൾ ഡൗട്ടായിരുന്നു. സോ അവൻ അങ്ങനെ ഒരു വീടിൻ്റെ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു മൂഡാണ്. ഓക്കെ, എനിക്ക് ആ ഫിഗറിലല്ല, മണി ബോക്സ് എടുക്കുക എന്നുള്ളൊരു മൂഡാണ് എനിക്കുള്ളത്. 2 റീസൺസാണ്. ഒന്ന്, മണി ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഇതും വരും. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫിസിക്കലി ഭയങ്കര സീൻ. ഇപ്പോൾ എന്നെ നേരിട്ട് കാണുന്നവർക്ക് അറിയാം എൻ്റെ അവസ്ഥ.
ഓക്കെ, പറയുന്നവർക്ക് ഭയങ്കര ഈസിയാണ്, പക്ഷേ എൻ്റെ ജേർണി വാസ് ലൈക്ക് സീനുള്ളൊരു സാധനമായിരുന്നു. കാരണം നേരിട്ട് കാണുന്നവർ തന്നെ ഇപ്പോൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പോലും, ഇപ്പോൾ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തന്നെ ഡൗട്ടുണ്ട്. ഞാൻ വീഡിയോസിൽ കാണുന്ന സമയത്ത് എനിക്ക് ഈ ചുണ്ടിൻ്റെ സൈഡ് പല്ലൊക്കെ ഇങ്ങനെ നിന്ന് താടിയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര സീനായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലേറ്റർ ഓൺ ഞാൻ പറയാം. കുറച്ച് ഫിസിക്കൽ സാധനത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോയതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. അതവിടെ സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്. ദ ബെറ്റർ തിങ് അവിടുന്ന് എന്താ പറയുക, നമുക്ക് ഓക്കെ മണി ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു വേ ആണ്, അവിടുന്ന് പുറത്തേക്ക് എന്നുള്ളൊരു വേ ആണ്, അതിന് ബെറ്റർ വേ ആണത്. എൻ്റെ മനസ്സിൽ അതൊരു ബെറ്റർ വേ ആണ്. സോ ഞാൻ ആ ബെറ്റർ വേ ചൂസ് ചെയ്യും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഫിഗർ ഞാൻ നോക്കുന്നില്ല, വാട്ട് എവർ ഫിഗർ ഐ വിൽ ഗോ. ബട്ട് എന്നോട് ആരെങ്കിലും ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നന്ദു പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇന്നതാണ് ആവശ്യം, എൻ്റെ ആവശ്യം ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എടുക്കില്ല. ഇന്നലെ അവർ ലാൽ സാർ പോയതിന് ശേഷം ഡിസ്കഷനിൽ അവർ പറയുന്നുണ്ട് നന്ദന ഉണ്ട് എന്നുണ്ടെങ്കിൽ സായി എടുക്കില്ലായിരുന്നു. ബിക്കോസ് നന്ദന ക്ലിയറായിട്ട് അവിടെ എല്ലാവർക്കും അറിയുന്നൊരു കേസ്, നന്ദന ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് അതിൻ്റെ നീഡ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാനത് ഒരിക്കലും എടുക്കില്ല നന്ദനുള്ളപ്പോൾ. അതേപോലെ ഒരു നീഡിനെ കുറിച്ച് ആരും അവിടെ സംസാരിച്ചതായിട്ട് അവരാരും കേട്ടിട്ടുണ്ടാവില്ല. എന്നോട് ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരാരും എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നീഡിനെ കുറിച്ച്. ഈവൻ ഋഷി ആണെങ്കിൽ പോലും അഭിഷേക് അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോഴാണ് ഋഷി കൺഫ്യൂസ്ഡ് ആവുന്നത്. അല്ലാത്ത സ്റ്റേജിൽ ഋഷി അവിടെ വളരെ കൂളായിട്ട് ഇരുന്നിട്ട്, ഇപ്പം ഞാനും ഋഷിയും അഭിഷേകും സംസാരിക്കുന്ന സമയത്ത് ഋഷി കപ്പടിക്കണം, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കളിക്കുന്നത്, എന്നെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും ബ്രോ, എനിക്ക് കപ്പടിക്കണം, ആ മൈൻഡ് സെറ്റിലാണ് ഋഷി ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരാളെടുത്ത് അഭിഷേകാണ് പോയി സംസാരിക്കുന്നത്, നിനക്ക് വീട്, നിൻ്റെ കാര്യങ്ങൾ, നീ ഇത് നോക്കുക അത് നോക്കുക എന്ന് പറഞ്ഞാൽ ഋഷീൻ്റെ അടുത്ത് അഭിഷേക് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഋഷി ഓക്കെ അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ ഇത്ര ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, അല്ലാതെ ഋഷി ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഋഷിയോട് ഞാൻ നേരിട്ടും ചോദിച്ച സമയത്ത് ഋഷി ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്, എനിക്ക് കളിയാണ്, കപ്പാണ്, പൈസയാണെന്നാണ് ഋഷി പറയുന്നത്. അഭിഷേകും അവനും തമ്മിലുള്ള സംസാരത്തിൽ മാത്രമാണ്. അതാണ് അഭിഷേക് എന്നോട് അന്ന് രാത്രി നോറ കൺഫ്യൂഷൻ റൂമിൽ പോയ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ, ഞാനും അഭിഷേകും സംസാരിക്കുമ്പോൾ ഋഷീൻ്റെ കേസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ഈ ഋഷി എന്നോട് പറഞ്ഞാൽ ഐ എം ഓക്കെ, അല്ലാതെ അവനെ പുഷ് ചെയ്ത് അങ്ങനെ ഇതാക്കിയിട്ട് എന്ത് കാര്യം. അവൻ വന്ന് പറയുകയാണ് കുറച്ച് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പറയാതിരിക്കാം. പക്ഷേ അവൻ അഭിഷേകിനോട് സംസാരിക്കുന്നുണ്ട്, ഞാനിത് എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞ് നടക്കുന്ന എന്നോട് അവൻ ഇതൊരു കൺവേ ചെയ്തിട്ടില്ല ഈ സാധനം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഋഷീൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ട്, എനിക്ക് ഹാഫ് മൈൻഡഡും ഇല്ല, അഭിഷേക് സംസാരിക്കുമ്പോൾ മാത്രം മൈൻഡ് മാറിപ്പോകുന്ന ഒരു രീതിയിലാണ് മണി ബോക്സിൻ്റെ കേസിൽ ഋഷീൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നിയത്. ആൻഡ് അപ്പം അത് പറയുമ്പോഴും അഭിഷേക് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായത് ഒരു സർട്ടൻ 7-10 ഒക്കെ വന്നാൽ ചിലപ്പോൾ ഋഷി എടുക്കാം. അതും അഭിഷേക് പറഞ്ഞത് മനസ്സിലൊക്കെ വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അല്ലാതെ ഋഷിയായിട്ട് മൈൻഡ് ഇട്ടിട്ടല്ല. ഓക്കെ, അതാണ് അപ്പോൾ ഋഷീൻ്റെ കേസ്. ജാസ്മിൻ ഈ പറഞ്ഞ ഒരു 20 ഒക്കെ വന്നാൽ മാത്രമേ ജാസ്മിൻ, അല്ലെങ്കിൽ ജാസ്മിൻ എടുക്കില്ല എന്ന് തന്നെ പറയും. ജാസ്മിൻ എടുക്കില്ല, കാരണം ജാസ്മിന് ഫിനാലെ കപ്പ് ആ ഒരു എയിമാണ്. അപ്പോൾ അഭിഷേക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാൽ സാർ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീച്ച് നിൽക്കുന്നത് ജിൻഡോ ആണ്. അപ്പോൾ ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ജിൻഡോ എന്നോടും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ജിൻഡോനോടും പറഞ്ഞിട്ടുണ്ട്, ജിൻഡോ എനിക്ക് ആ ഒരു ഫിഗറല്ല. ഈവൻ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് കപ്പാണ്, ജിൻഡോയ്ക്ക് ഈ 50 ലക്ഷം അല്ല വലുത് എന്നുള്ളത് ജിൻഡോ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ജിൻഡോയ്ക്ക് ആ കപ്പ് ടൈറ്റിലാണ്. അതുപോലെ തന്നെ എനിക്ക് അതിനകത്തുള്ള ആ ഒരു എമൗണ്ട് അല്ല. ഓക്കെ, എനിക്ക് 2 തോട്ട് പ്രോസസ്സ് എൻ്റെ തലയിലൂടെ പോയി. അപ്പോൾ എനിക്കതാണ് വലുത്. അപ്പോൾ അതുമ്മേ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ ജിൻഡോയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാം, ഞാൻ എടുക്കും എന്നുള്ളത് ജിൻഡോയ്ക്ക് അറിയാം. ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു 5 ലക്ഷത്തിന് അങ്ങനെയല്ല ഞാൻ എടുത്തതെന്നുള്ളതും ജിൻഡോയ്ക്ക് അറിയാം. പിന്നെ ജിൻഡോൻ്റെ മനസ്സിലുള്ളൊരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജിൻഡോനെ എന്തോ ചെയ്യുന്നു, അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരെ ഞാൻ പുറത്തെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ലൈക്ക് ജിൻഡോ ഉള്ളിൽ ഞാൻ കയറിപ്പോയ സമയത്ത് തന്നെ, വൈൽഡ് കാർഡായി കയറിപ്പോയ സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, സീക്രട്ട് ഏജൻറ്റ് ആ ഒരു സാധനത്തിൽ നിന്ന് നിങ്ങളെയൊക്കെ മൈൻഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ജിൻഡോ എന്ന് പറഞ്ഞൊരു പ്ലെയറെ ആ രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. അത് കഴിഞ്ഞിപ്പോൾ അതൊക്കെ ജിൻഡോൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ്. അപ്പോൾ ജിൻഡോ അത് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജിൻഡോൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ അങ്ങനെ ജിൻഡോ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരാരെങ്കിലും അതുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്. അതായത് ആ പ്രോസസ്സ് തീരട്ടെ, ആ ഷോ അങ്ങനെ കഴിഞ്ഞ് അവർ വന്നിട്ട് അവരെ പേഴ്സണൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ അവർ ഡീൽ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു ക്ലെൻസിങ്ങിലൂടെ പോകാൻ ആഗ്രഹിച്ച് അങ്ങനെ ഉള്ളിൽ കയറി അത് നടത്തി തിരിച്ച് പുറത്തിറങ്ങി പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കണം, എൻ്റെ ബോഡി ശരിയാവണം. ഇത്ര മാത്രമേ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഗ്രാൻഡ് ഫിനാലൊക്കെ കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ ചർച്ചയാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടിട്ട് പോകാം. ഇപ്പോൾ ജിൻഡോ എന്താണെങ്കിലും ജിൻഡോയ്ക്ക് അത് അറിയാം, ജിൻഡോയ്ക്ക് ഒരു പേടിയുണ്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. ജിൻഡോ ഒരു വട്ടം അടുക്കളയിൽ വെച്ചിട്ട് എന്നോട്
കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, നീ ടോപ്പ് 5 വരണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് 2 സെക്കൻഡ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ തിരിച്ച് ചോദിച്ചു, ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലാണ്, ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളൊപ്പമുള്ള ആർക്കെങ്കിലും വേണ്ടി ഞാനൊരു വോട്ട് ക്യാമ്പയിനോ അല്ലെങ്കിൽ ആ രീതിയിൽ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അതാണോ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കള്ളാൻ എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. മനസ്സിലായി. അപ്പോൾ ജിൻഡോയ്ക്ക് എൻഡ് ഓഫ് ദ ഡേ ജിൻഡോയും കപ്പ് മാത്രമാണ്. അല്ലാതെ ജിൻഡോയ്ക്ക് ആ പൈസേനെ കുറിച്ച് ജിൻഡോ ചിന്തിക്കണേയില്ല കേട്ടോ. ജിൻഡോയ്ക്ക് ആ പൈസ വേണ്ട എന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജിൻഡോൻ്റെ ഇന്നാണെങ്കിൽ ആ പൈസ വേണമെങ്കിൽ മേടിച്ചോ, ഓക്കെ. അല്ലെങ്കിൽ ജിൻഡോ വേറെന്തോ പരിപാടികൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ ഇരിക്കുന്നത്. അപ്പോൾ പൈസേൻ്റെ വലിയൊരു ഇതില്ല എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്ക് കപ്പാണ് വേണ്ട. അപ്പോൾ ജിൻഡോ മണി ബോക്സിക്ക് ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് ഈസ് ശ്രീതുവാണ് കൃത്യമായ കാര്യം പറഞ്ഞത്. ശ്രീതു നീച്ചിട്ട് ലാൽ സാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, സായി ഇവിടെ എല്ലാവരുടെ അടുത്തും മണി ബോക്സിനെ കുറിച്ചും നിങ്ങൾ എത്ര വന്നാൽ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് ഇവിടെ ആരും സായിയോട് ഒന്നും പറഞ്ഞു കണ്ടില്ല. അതായത് റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യമോ ഒന്നും ആരും പറയുന്നില്ല. കൃത്യമായിട്ട് ശ്രീതു അവിടെ പറയുന്നുണ്ട്, സായി ചോദിച്ചതാണ്, സായി എടുക്കുമെന്ന് അറിയാം, സായി ഓരോരുത്തരോടും ഇവിടെ ഇൻഡിവിജ്വൽസിനോട് ചോദിക്കുമ്പോൾ ആരും ഓപ്പൺ അപ്പ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശ്രീതു. അതാണ് അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടുത്തെ ഫാക്റ്റ് അതാണ്. ഞാൻ എല്ലാവരോടും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ചയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ശ്രീതു അത് കൃത്യമായി പറഞ്ഞു. ഓക്കെ, ശ്രീതു പറഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് നമ്മുടെ അർജുനാണ്. അർജുൻ ചോദിച്ചപ്പോൾ അർജുനും പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ ഇവിടുത്തെ അവൻ്റെ ഫിസിക്കൽ കണ്ടീഷനും അവൻ ഞാൻ മണി ബോക്സ് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ വാട്ട് ഐ വാണ്ട് ടു അച്ചീവ് ഞാനത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ടൈറ്റിലോ ബാക്കി കാര്യങ്ങളോ തരാത്തൊരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് കിട്ടും. അതൊക്കെ എനിക്ക് ആ വീടിനകത്തുനിന്ന് കിട്ടി. ഓക്കെ, ബാക്കിയൊക്കെ ഓർഗാനിക്കായിട്ട് വന്ന് കിട്ടട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് എൻ്റെത്. ഞാനത് എപ്പോഴും ഞാനത് പറയും. കാരണം എൻ്റെ മൈൻഡിൽ എനിക്ക് കിട്ടിയത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കപ്പ്. എൻ്റെ ലൈഫ്, എൻ്റെ പ്രശ്നങ്ങൾ മാറി, അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ള സെൽഫ് സാധനം, ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് ഞാൻ മുമ്പോട്ടുള്ള ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് അത് മതി. ഓക്കെ, അപ്പോൾ അത് അർജുൻ പറഞ്ഞു. ആ ഒരു കാര്യം അർജുനോട് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു കേസുമായിരുന്നു അത് അർജുൻ കൃത്യമായിട്ട് അവിടെ ഡെലിവർ ചെയ്യാൻ പറ്റി അർജുന്. നെക്സ്റ്റ് ഈസ് ഋഷി നീച്ച് നിന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോന്നാണ് ദൈവം പറയുന്നതെന്നാണ് ഞാൻ ഋഷി പറയുമ്പോൾ ഞാൻ വിചാരിച്ചത്. കാരണം വേറൊരാൾക്കൊരു അവസരം കൊടുത്തില്ല, സെൽഫിഷായിട്ട് തോന്നി ഋഷിക്ക്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാനും ഋഷിയും ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഭിഷേക് ഋഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഋഷി ഇങ്ങനെയല്ല, അതായത് ഋഷിക്ക് അങ്ങനെ ഒരു മൈൻഡോ വർത്താനമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ആ സാധനം അവിടെ വയ്ക്കുമ്പോൾ ഋഷിക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അറിയാം ഇവൻ ഇതിന് പോകുന്നുള്ളത്, ഞാൻ ആ ഒരു പെട്ടിക്ക് പോകുന്നുള്ളത് അറിയാം. അപ്പോൾ എടുക്കരുത്, വെയിറ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ ജസ്റ്റ് കാര്യമായിട്ട്, ചുമ്മാ അല്ല കാര്യമായിട്ട് വന്നിട്ട് പറഞ്ഞു. ഇപ്പോൾ ഋഷി പറയാം, ബ്രോ അവിടെ വെയിറ്റ് ചെയ്യും, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ എത്ര വരും, എങ്ങനെ വരും, നമുക്കൊന്നൊരു പിടുത്തമില്ല, എങ്ങനെ വരും, എത്ര വരും, എനിക്കറിയില്ലായിരുന്നു എത്ര വരും, എങ്ങനെ വരുന്നു. എൻ്റെ തോട്ട് പ്രോസസ്സിലൊരു സാധനം ഉണ്ടായിരുന്നു, 5 വയ്ക്കും, അത് ചിലപ്പോൾ കുറച്ച് 3ലേക്ക് കൊണ്ടുവരും, പിന്നെ 7ലേക്കോ 10ലേക്കോ കൊണ്ടുവരും. ആ 7ലേക്കോ 10ലേക്കോ കൊണ്ടുവന്നാൽ മേ ബി പറഞ്ഞ ശ്രീതു, അർജുൻ, ഋഷി, വേറെ ആരുടെ പേര് ഞാൻ പറയുന്നില്ല, ഇവരിൽ ആരെങ്കിലും വരാം എന്നുള്ള തോട്ട് പ്രോസസ്സൊക്കെയാണ് എനിക്ക് അവിടെ ഇരുന്നിട്ട് എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ആ മണി ബോക്സ് വെച്ചപ്പോൾ ആകെ ഒരു ഡിസ്കഷൻ നടക്കുന്നത്, മണി ബോക്സിനെ മൈൻഡ് ചെയ്ത് ഡിസ്കഷൻ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അഭിഷേകും ഋഷിയാണ്. അത് അഭിഷേക് ഋഷീനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, അല്ലാതെ ഋഷീൻ്റെ മൈൻഡിലൊരു തോട്ട് പ്രോസസ്സ് പോകുന്നില്ല. അപ്പോൾ അഭിഷേക് പറഞ്ഞ് തോട്ട് പ്രോസസ്സ് തലയിൽ കയറണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഋഷി എന്നുണ്ടെങ്കിൽ, പിന്നെ ഋഷി അവിടെ നിന്നിട്ട് അവൻ അങ്ങനെ ചെയ്തു, എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഋഷി, ഞാനും സംസാരിക്കാത്ത ആൾക്കാരൊന്നുമല്ല, സംസാരിച്ച ഇപ്പോൾ നന്ദന ബോൾഡായിട്ട് കാര്യം പറഞ്ഞു, ഋഷിക്കും വേണമെങ്കിൽ പറയായിരുന്നു. ഋഷി അപ്പോൾ അത് പറഞ്ഞതുമില്ല. അത് ഋഷിയുടെ മണ്ടത്തരന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫിനാലെ പോയിട്ട് ജനവിധി എന്താണോ അതിനനുസരിച്ച് കപ്പ് കിട്ടിയ കാര്യങ്ങളോ ഇറ്റ്സ് അപ് ടു ദം. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവർ ഫൈനൽ കഴിയുന്നവരെ ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ സിജോ കപ്പടിക്കണം എന്നാണ്. ഇപ്പോൾ സിജോ ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ എവിക്ഷൻ ആണെന്നാണ് അറിയുന്നത്. സിജോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ അഭിഷേകോ അർജുനോ അവരാരടിച്ചാലും ഐ എം വെരി ഹാപ്പി. അപ്പോൾ എന്താണെങ്കിലും ഋഷി പറഞ്ഞതിലാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്തോന്നാണ് ഋഷി പറയുന്നതെന്നുള്ളൊരു മൈൻഡിൽ എനിക്ക് തോന്നിയത്. കാരണം ഋഷി അങ്ങനെയല്ല അതിനകത്ത്. ഋഷി ഒറ്റയ്ക്ക് കപ്പടിക്കണം, എനിക്ക് ജനങ്ങൾ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾ അബി പറയുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് പോയിട്ട് പിന്നെ അത് പറയുമ്പോഴാണ് ഞാൻ ആ ഗന്ധം വിട്ടത്. നെക്സ്റ്റ് ഉണ്ടായിരുന്നത് സിജോ ആണ്. സിജോ പറഞ്ഞ കാര്യത്തിൽ പലരും പറയുന്നുണ്ട് സിജോ മാറ്റി പറഞ്ഞു,
ഈ സിജോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. സിജോ ഒരു മാറ്റിപ്പറിച്ചില്ല. സിജോക്ക് കൈ കൊടുക്കാൻ പോയപ്പോൾ സിജോ ആദ്യം എനിക്ക് കൈ തന്നില്ല. കാരണം സിജോ എന്നോട് കൃത്യമായി പറയുന്നവിടെ നീ ബോക്സ് എടുത്തോ, എടുക്കണോണ്ട് എനിക്ക് കുഴപ്പമില്ല, നീ ബോക്സ് എടുത്തോ, എനിക്ക് എടുക്കണം എന്നാണ് ഞാൻ എടുത്തോ. പക്ഷേ ബാക്കിയുള്ളവരുടെ ഗെയിം കൂടി നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. പൈസ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ എങ്ങനെയൊക്കെ ആവും എന്നുള്ള ഗെയിം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യും. അതൊക്കെ സിജോ എനിക്ക് കൃത്യമായി പറഞ്ഞു. സിജോ എന്താണോ ലാൽ സാറിൻ്റെ മുന്നിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് സിജോ എന്നോട് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, അപ്പോൾ അത് സിജോ ഒരിക്കലും അവിടെ ഒരു ഗെയിമായിട്ട് ആ സംഗതി അല്ലെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി സിജോ പറഞ്ഞതല്ല. സിജോ വ്യക്തമായിട്ട് അത് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ സിജോൻ്റെ പോർഷൻ സിജോ പക്കയായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോറയും ദ സെയിം. നോറയ്ക്ക് ഇപ്പോൾ അറിയാമല്ലോ, ബാക്കിയുള്ളവർ ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞതിൻ്റെ വേറെ വേർഷൻ. അത് നോറയ്ക്ക് അറിയാം ഞാൻ പോവും അല്ലെങ്കിൽ എടുക്കും എന്നുള്ള കാര്യത്തിൽ നോറയ്ക്ക് ഒരു കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാവർക്കും കണ്ടസ്റ്റൻസിനൊക്കെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അത് എടുക്കാം എന്നുള്ള ഒരു കാര്യം അവരുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ട്, അത് എങ്ങനെ രജിസ്റ്റർ ആയി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നന്ദു ഉള്ളപ്പോഴും നന്ദു പോയതിന് ശേഷമാണെങ്കിലും ഒക്കെ ഞാൻ ഈ മണി ബോക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതും ഇതുമാണ്, വാട്ട് എവർ എമൗണ്ട് അതിലെന്തോ കണ്ടോട്ടെ ഞാൻ എടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ ഋഷി പറഞ്ഞ ഒരാളുടെ കാല് കൈയും കെട്ടി വെക്കാൻ പറ്റില്ലല്ലോ, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ചില ഗെയിമിൽ ചില കാര്യങ്ങളിൽ പിച്ച് ചെയ്യേണ്ടടുത്ത് പിച്ച് ചെയ്യണം. ബിഗ് ബോസിൽ എത്ര ടാസ്ക് വന്നിട്ടുണ്ട് ഇല്ലേ? 4 പേര് ഡിബേറ്റ് ചെയ്തിട്ട് ഒരാളെ കൺവിൻസ് ചെയ്ത് ആ കൺവിൻസ് ചെയ്തതിൽ നിന്ന് ആ ഗെയിമിൽ പോയിന്റ് എടുക്കാനോ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് മറ്റൊരാളെ പുറത്താക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ടാസ്കുകൾ വന്നിട്ടില്ലേ? സോ സിമ്പിൾ പ്രോസസ്സ്. ഒരാളിങ്ങനെ അഡമൻസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് വെച്ചാൽ എടുക്കുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഓപ്പണായിട്ട് പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, ഓക്കെ, നിങ്ങൾ ജെന്യുവിനായിട്ട് വന്ന് പറയുകയാണ് എന്നോട് എനിക്ക് ആവശ്യമുണ്ട്, എടുക്കരുത്, എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടിയാൽ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കിയത്. എല്ലാവരും മുന്നിലും പറയേണ്ട സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഓക്കെ, കീപ്പ് ഇറ്റ് വിത്ത് യു, നോ വറീസ്. എല്ലാവർക്കും ആ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകളാണ് അതിനകത്ത്, എല്ലാവരും അത് കീപ്പ് ചെയ്യണം. പക്ഷേ ഇത്രയും കാലം അതിനകത്ത് നിന്ന ആളുകളാണ് ഫ്രണ്ട്സ്. ആ ഒരു ഞാനെല്ലാവരെയും അങ്ങനെ ഒരു ട്രസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സാധനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ട്രസ്റ്റ് വിട്, ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരേ ഫാമിലി ആയിട്ട് നിന്ന ആളുകളാണ്. അത് പറയാനുള്ള സ്പേസ് എന്നോട് അതിനകത്ത് എല്ലാവർക്കും ഉണ്ട്, ഈവൻ ഋഷിക്കും ഉണ്ട്. പറയണമായിരുന്നു, ഞാനതാ പറയുന്നത്. പറയാതിരിക്കും അവരുടെ ഇഷ്ടം. എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയണമായിരുന്നു. പറഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് സൈഡായിട്ട് അടുത്ത ജനവിധി എന്താ നോക്കിയിട്ട് ഞാൻ പോരുമായിരുന്നു. ഓക്കെ, പക്ഷെ അതല്ലാതെ പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സായി അങ്ങനെ കാണിച്ചു ഗെയിം, പിന്നെ ഗെയിം സ്പോയിലായി അല്ലെങ്കിൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കേണ്ട ഗെയിമായിരുന്നു. അതൊക്കെ പുറത്ത് നമ്മൾ ഇപ്പം ഞാൻ പണ്ട് കണ്ടൻറ് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും തന്നെ പറയും. കാരണം 3-4 ദിവസത്തെ കണ്ടൻറ്റാണ് ഒരു ചാനലിൽ, 3-4 ദിവസത്തെ കണ്ടൻറ്റാണ് പണപ്പെട്ടി എന്നുള്ളത്. പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ, ടോക്കുകൾ, പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, പല രീതിയിലുള്ള പ്ലാനിങ്, ഡിസ്കഷൻസ്, പല രീതിയിൽ പണം വരും എന്നുള്ളതിൻ്റെ ചിന്തകൾ. ഇതൊക്കെ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂട്യൂബിലുള്ളൊരു ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കും ടോപ്പിക്കാണ്. മനസ്സിലായോ? ഇത് നിങ്ങൾ വിചാരിച്ച പോലെ ബിഗ് ബോസ് ടീമിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഈ 24/7 നമ്മളെ കാണുന്ന ആളുകളാണ്. ഈ 100 ദിവസവും 24/7 നമ്മളെ മോണിറ്റർ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു ആഡ് ഞാൻ കണ്ടു, മറ്റേ CID രാംദാസ്, അതിൽ സീക്രട്ട് എന്ന് പറയുന്നുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. സോ അവർ മോണിറ്റർ ചെയ്യൂടെ നമ്മളെ. അവർക്ക് അറിയാം ഹൂസ് ഗോൺ ടു ടേക്ക് ദിസ്, ആരെടുക്കും എന്നുള്ളൊരു സാധനം അവർ 1-2 ആളുകൾ അവരുടെ മൈൻഡിൽ എപ്പോഴും അവർ കാണും. അവരത് ഏത് നേരം എങ്ങനെ എടുക്കും എന്നുള്ളതിന് മാത്രമായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനുള്ളത്. ഞാൻ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി എടുത്തു. എനിക്കപ്പോൾ അത് തോന്നി, ഞാനത് ചെയ്തു, ഞാൻ എൻ്റെ പാട്ടിന് ഞാൻ പോന്നു. ഞാൻ പോരുമ്പോഴും ഞാൻ ആ സ്പീച്ച് ഡെലിവർ ചെയ്തപ്പോൾ പറഞ്ഞതാ, നിങ്ങളെല്ലാവരുടെ മൈൻഡിലും നിങ്ങൾ കപ്പ്, നിങ്ങളുടെ 50 lakhs, നിങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെയാണ് നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങൾ ഫൈറ്റ് ചെയ്തോ, നിങ്ങൾ ചെയ്യ്. ഞാനങ്ങനെ തന്നെ അത് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞു പോകുന്നതിന് ശേഷം ഇപ്പം ആർക്കും എന്ത് ഫൈനലോ കപ്പോ വേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷെ പറഞ്ഞവരെല്ലാവരും ഇപ്പം ഈ പറഞ്ഞ പോലെ അവർക്ക് അറിയാം ഞാൻ എടുക്കുന്നുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞതാണോ എന്നറിയില്ല. അതൊന്ന് 20 ലക്ഷം വരെ പെട്ടിയിൽ വെക്കാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ വാവ് അടിച്ചിട്ട് തോന്നിയതാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷമോ 15 ലക്ഷമോ വരെ വരുമെന്ന് പറഞ്ഞ് ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിനൊരു റീസൺ വേണ്ടിയിരുന്നു. ഓക്കെ, ഞാനിത് ചോദിച്ച മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലൈവ് കണ്ടവർക്ക് അറിയാം, ഞാൻ നടന്ന് ചോദിക്കുന്നു അതിനകത്ത്. പറയാതിരിക്കും അവരുടെ ഇഷ്ടം. അറ്റ്ലീസ്റ്റ് എനിക്ക് ഹിൻ്റെങ്കിലും കിട്ടിയിരുന്നു.
പക്ഷേ എനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടിയത് അവർക്ക് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, അവർക്കൊക്കെ ബിഗ്ഗർ എമൗണ്ട്സാണ് വേണ്ടതെന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ ഓക്കെ താല്പര്യമില്ലാത്തതുമായിട്ടുള്ളൊരു ബഞ്ച് ഓഫ് ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് എൻ്റെതൊരു ആവശ്യമായിരുന്നു, ഞാനത് എടുത്തിട്ട് പോകുന്നു. എനിക്ക് അപ്പോൾ അതൊരു ആവശ്യമാണ്, ഞാൻ എടുത്തിട്ട് പോകുന്നു. ഞാൻ ആ ആവശ്യം മാറ്റി വയ്ക്കാൻ റെഡി ആയിരുന്നു. ഇഫ് യു ഹാവ് എ പ്രോപ്പർ റീസൺ, നിങ്ങൾ എനിക്കൊരു പ്രോപ്പറായ റീസൺ പറഞ്ഞ് എന്നോട് കാര്യം പറഞ്ഞ് ഞാൻ മാറിത്തരാനും ഞാൻ രണ്ടിനും റെഡി ആയിരുന്നുള്ളൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്തു, ഞാൻ പോന്നു. മണി ബോക്സും കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈക്വലി, പലരും ചോദിക്കുന്നുണ്ട് ആര് എന്നുള്ളത്. ഞാൻ തുറന്നു പറഞ്ഞു, സിജു ആയിരുന്നു എനിക്ക് കപ്പിലേക്ക് എൻ്റെ ഒരു കോൾ എന്നുള്ളത്. സിജു ഇല്ലെങ്കിൽ ഹൂസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് അഭിഷേക് ഓർ അർജുൻ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. മണി ബോക്സിൻ്റെ കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുമ്പോൾ ആദ്യം നന്ദന റിലേറ്റഡ് ആയിരുന്നു, വീണ്ടും അത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കറങ്ങി തിരിഞ്ഞ് മറ്റേ എല്ലാ ഗെയിമും സായി സ്പോയിൽ ചെയ്ത പോലെ മണി ബോക്സും സ്പോയിൽ ചെയ്തു. പറയുന്നത് നോ വരീസ് യാർ, സ്പോയിൽഡാണ്, നോ വരീസ്. ഞാൻ സ്പോയിൽ ചെയ്തു. നമ്മൾ വാഴ സാമിയാണുള്ളത്, കണ്ണാപ്പി ഞാൻ സ്പോയിൽ അടിച്ച്. അപ്പോൾ അതിൻ്റെ ഗെയിമായിട്ട് കണ്ടാൽ മതി, ഞാൻ സ്പോയിൽ അടിച്ച്. എന്ത് ചെയ്യാൻ പറ്റും? ദ വേർസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്നാണല്ലോ പറയുന്നത്. യെസ്, വേർസ്റ്റ് കണ്ടസ്റ്റൻ്റ് ഓഫ് BB6. അയ്യോ, ഞാൻ വേറെ കേസ് പറയുള്ളത്, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോസസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ലൈഫിൽ ഒരിക്കലും ഈ ഒരു മെമ്മറി ഞാൻ മറക്കാൻ പോകുന്നില്ല. ബിക്കോസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ച് തന്നൊരു പ്രോസസ്സാണ് ബിഗ് ബോസ്. ഐ ജസ്റ്റ് ലവ് ബിഗ് ബോസ്. ഒരു രക്ഷയില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ എപ്പോഴും പറയുന്നു, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ സീനുകൾ ഉണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്തിട്ട് വേണം ബിഗ് ബോസിൽ പോകാൻ. അല്ലെങ്കിൽ എനിക്ക് വന്ന മാതിരി നടുവിനൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ നല്ല പണിയാണ് മക്കളെ, നല്ല രീതിയിൽ ബാധിക്കും. കുഴപ്പമില്ല, ട്രീറ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്ന കേസ് തന്നെ ഉള്ളൂ. ട്രീറ്റ് ചെയ്ത് സെറ്റാക്കാം. പിന്നെ ബോഡി വെയിറ്റൊക്കെ ഒന്ന് സെറ്റാക്കണം. ഒരുപാട് പേരിനോട് ചോദിച്ചോട്ടോ, ഞാൻ അതിനോട് ഉത്തരം പറയാം. ഒരുപാട് പേര് എന്ത് പറ്റി ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയെന്നൊക്കെ, കണ്ണൊക്കെ കുഴിപ്പോയി. എനിക്ക് തന്നെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. പിന്നെ സത്യത്തിൽ ചിലർക്ക് ലുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ബോഡി അവസ്ഥ എന്ന് പറയുന്നത്. എന്താണെങ്കിലും തിരിച്ചു വരും, ബോഡി ഫിസിക്കലി തിരിച്ചു വരണം. മെൻ്റലി ഐ ആം ലൈക്ക് ഫുൾ ഓൺ, പക്ഷേ ഫിസിക്കലി വാസ് എ ബിറ്റ് ലോ. അതാണ് ഈ പതിയെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഒരു എനർജി ഇല്ലടി. കാരണം ഒന്നാമത് ട്രാവൽ, അതിനകത്തുനിന്ന് ഇറങ്ങി ട്രാവല്, പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷനും എനർജി കിട്ടാൻ ശേഷം പാടാണ്. കുറച്ച് തിന്ന് ജിമ്മിലൊക്കെ പോയി ഡോക്ടറെ ഒന്ന് കാണിച്ചു. ഇനി ഫുൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഗ്രാൻഡ് ഫിനാലെ കഴിയണം, എന്നാലേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. സോ ബൈ ഗൈസ്, കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുള്ളതൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് പറഞ്ഞു തുടങ്ങാം.